ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചെസ് വിത്ത് അബി. ചെസ്സിനെ കുറിച്ച് പഠിക്കുന്നതിനായി ആദ്യം നമുക്ക് ബോർഡ് പരിചയപ്പെടാം. കറുപ്പും വെളുപ്പുമായി 64 കളങ്ങളാണ് ബോർഡിലുണ്ടാവുക. ബോർഡിൻ്റെ വലതുവശം വൈറ്റ് കളർ വരുന്ന രീതിയിൽ വേണം ബോർഡ് സെറ്റ് ചെയ്യാൻ. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് റാങ്കുകളെക്കുറിച്ചും ഫയലുകളെക്കുറിച്ചുമാണ്. A മുതൽ H വരെ റെഡ് മാർക്കിൽ ചെയ്തിരിക്കുന്നതാണ് ഫയലുകൾ എന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഓരോ കളങ്ങളെയും പ്രത്യേകമായി തിരിച്ചറിയാൻ വേണ്ടിയാണ്. അടുത്തതായി ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് റാങ്കുകൾ. 1 മുതൽ 8 റാങ്കുകൾ വരെയാണ് ചെസ് ബോർഡിൽ ഉണ്ടാവുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെസ് ബോർഡിലെ ഓരോ പീസുകളെ കുറിച്ചാണ്. ബോർഡിൻ്റെ 2ാം നിരയിൽ കാണപ്പെടുന്നത് വൈറ്റ് പോണുകളും 7ാം നിരയിൽ കാണപ്പെടുന്നത് ബ്ലാക്ക് പോണുകളുമാണ്. 4 കോർണറുകളിൽ കാണുന്നതാണ് റൂക്ക്. റൂക്കിനോട് ചേർന്ന് നൈറ്റിനെയാണ് വയ്ക്കേണ്ടത്. നൈറ്റിൻ്റെ തൊട്ടടുത്തതായി ബിഷപ്പിനെയാണ് വയ്ക്കേണ്ടത്. അടുത്തതായി ക്വീനിനെ കളർ മാച്ച് അനുസരിച്ച് ക്രമീകരിക്കുക. വൈറ്റ് ക്വീൻ വൈറ്റ് കളത്തിലും ബ്ലാക്ക് ക്വീൻ ബ്ലാക്ക് കളത്തിലും. അടുത്തതായി കിങ്ങിനെ ക്വീനിനോട് ചേർന്ന കളത്തിൽ ക്രമീകരിക്കുക. വൈറ്റ് കിങ് ബ്ലാക്ക് കളത്തിലും ബ്ലാക്ക് കിങ് വൈറ്റ് കളത്തിലുമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറ്റ് കളിക്കുന്ന ആളാണ് ആദ്യം മൂവ് ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് ഓരോ പീസുകളുടെയും മൂവുകൾ പരിചയപ്പെടാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും മൂവ് ചെയ്യാൻ പറ്റുന്ന പീസാണ് റൂക്ക്. നൈറ്റ് അഥവാ കുതിര ഇംഗ്ലീഷ് അക്ഷരമാലയിലെ L രൂപത്തിലാണ് കുതിരയുടെ നീക്കം. മറ്റു കരുക്കളുടെ മുകളിലൂടെ ചാടിപ്പോകാൻ കഴിയുന്ന ഏക പീസാണ് കുതിര. ബിഷപ്പ് ഡയഗണലി മാത്രം മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന പീസാണ് ബിഷപ്പ്. കറുത്ത കളത്തിലിരിക്കുന്ന ബിഷപ്പ് കറുത്ത കളത്തിലൂടെയും വെളുത്ത കളത്തിലിരിക്കുന്ന ബിഷപ്പ് വെളുത്ത കളത്തിലൂടെയും മാത്രമാണ് സഞ്ചരിക്കുക. ചെസ്സ് കളത്തിലെ ഏറ്റവും പവർഫുള്ളായ പീസാണ് ക്വീൻ. ഡയഗണലായും ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഒരേ സമയം മൂവ് ചെയ്യാൻ പറ്റുന്ന ഏക പീസാണ് ക്വീൻ. അടുത്തതായി നമുക്ക് പോണുകളെക്കുറിച്ച് പഠിക്കാം. 2ാം നിരയിൽ കാണപ്പെടുന്ന പോണുകളെ നമുക്ക് ആവശ്യാനുസരണം 1 കളമോ അല്ലെങ്കിൽ 2 കളമോ ആദ്യത്തെ മൂവാണെങ്കിൽ നീക്കാം. മുമ്പിലോട്ട് മാത്രം നീങ്ങുകയും ചെരിഞ്ഞു വെട്ടുകയും ചെയ്യുന്ന പീസാണ് പോൺ. ഉദാഹരണത്തിന് E4-ൽ ഇരിക്കുന്ന വൈറ്റ് പോണിന് F5-ലെ പോണിനെ വെട്ടുവാനോ D5-ലെ പോണിനെ വെട്ടുവാനോ 1 കളം E5-ലേക്ക് നീക്കുവാനോ സാധിക്കും. അടുത്തതായി ചെസ്സിലെ 2 പ്രത്യേക നിയമങ്ങളെക്കുറിച്ച് പഠിക്കാം. അതിൽ ഒന്നാമത്തേത് സ്പെഷ്യൽ പോൺ റൂളായ N% ആണ്. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കാണ് കളിക്കേണ്ടത്. ബ്ലാക്ക് F6 ആണ് കളിക്കുന്നതെങ്കിൽ നമുക്ക് സാധാരണ പോലെ 1 കളം ചെരിഞ്ഞ് വെട്ടിയെടുക്കാം. ബ്ലാക്ക് F5-ലേക്ക് 2 കളമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ആ പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് F6-ലേക്ക് നമ്മുടെ പോണിനെ മാറ്റാനാകും. ഇതിനെയാണ് N% റൂൾ എന്ന് പറയുന്നത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്ക് മൂവ് ചെയ്ത ഉടനെ തന്നെ ആ പോണിനെ വെട്ടിയെടുക്കണം. അതല്ലാതെ ബിഷപ്പിന് ഡെവലപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക, ബ്ലാക്ക് നൈറ്റിന് ഡെവലപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം നമുക്ക് ആ പോണിനെ വെട്ടിയെടുക്കാൻ സാധിക്കില്ല. 1 കളം മാത്രമേ മുമ്പോട്ട് നീക്കാൻ സാധിക്കുകയുള്ളൂ. ചെസ്സിലെ അടുത്ത റൂളാണ് കാസ്ലിംഗ്. കിങ്ങും റൂക്കും തമ്മിലാണ് കാസ്ലിംഗ് നടത്തുന്നത്. ഒരു കളിയിൽ തന്നെ 2 പീസിനെയും ഒരു പ്രത്യേക രീതിയിൽ നീക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കിങ്ങിന് കാസ്ലിംഗ് സമയത്ത് മാത്രം 2 കളം നീങ്ങാനാവും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഉദാഹരണത്തിന് കിങ് 2 കളം നീങ്ങി G1-ലേക്കും റൂക്ക് F1-ലേക്കും വരുന്നതായി കാണാം. ഇതിനെയാണ് കിങ് സൈഡ് കാസ്ലിംഗ് എന്ന് പറയുന്നത്. ഇതേപോലെ കിങ് C1-ലേക്കും റൂക്ക് D1-ലേക്കും വരുന്നതായി കാണാം. ഇതിനെയാണ് ക്വീൻ സൈഡ് കാസ്ലിംഗ് എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് പോൺ പ്രൊമോഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. G7-ലിരിക്കുന്ന പോണിനെ നമുക്ക് 1 കളം നീക്കി G8-ലേക്ക് ആക്കിയാൽ പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ക്യൂനായോ റൂക്കായോ ബിഷപ്പായോ നൈറ്റായോ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് കിങ്ങിനെ പരിചയപ്പെടാം. ചെസ് കളത്തിൽ വിലമതിക്കാനാവാത്ത പീസാണ് കിങ്. കിങ്ങിന് ചുറ്റുമുള്ള ഓരോ കളങ്ങളിലേക്കും നീങ്ങാവുന്നതാണ്. ചെക്ക് എന്നാൽ രാജാവിനെ അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. നിലവിൽ കിങ്ങിന് 3 തരത്തിൽ ആ ചെക്കിൽ നിന്ന് രക്ഷപ്പെടാം. ഒന്നുകിൽ അവൈലബിൾ ആയ കളങ്ങളിലേക്ക് മാറാം, അതായത് ഗ്രീൻ ഡോട്ടുകളിലേക്ക് മാറാം. അല്ലെങ്കിൽ
ആ നൈറ്റ് വെച്ചിട്ട് നമുക്ക് ആ ചെക്കിനെ ബ്ലോക്ക് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ആ നൈറ്റ് വെച്ചിട്ട് ആ പീസിനെ വെട്ടിയെടുക്കുകയും ചെയ്യാം. രാജാവ് ചെക്കിലിരിക്കുമ്പോൾ മറ്റ് കളികളൊന്നും കളിക്കാൻ പറ്റില്ല. ചെക്ക് ബ്ലോക്ക് ചെയ്യുകയോ വെട്ടുകയോ അല്ലെങ്കിൽ മാറുകയോ ചെയ്യണം. അടുത്തതായി നമുക്ക് ചെക്ക് മേറ്റ് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. നിലവിൽ വൈറ്റിൻ്റെ മൂവാണ്. G8 റൂക്കിനെ നീക്കുമ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ മറയ്ക്കുവാനോ ചെക്കില്ലാതെ മാറുവാനോ റൂക്കിനെ വെട്ടി ഒഴിവാക്കുവാനോ സാധിക്കുന്നില്ല. ഇതോടുകൂടി ബ്ലാക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുന്നു. അടുത്തതായി നമ്മൾ കളികൾ എങ്ങനെയാണ് സമനിലയിൽ അവസാനിക്കുന്നത് എന്ന് നോക്കാം. ഒരു കുതിര വച്ചിട്ട് നമുക്കൊരു കാരണവശാലും ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ഒരു ബിഷപ്പ് വച്ചിട്ട് നമുക്ക് ചെക്ക്മേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനെയാണ് ഇൻസഫിഷ്യൻ്റ് മെറ്റീരിയൽ ഡ്രോ എന്ന് പറയുന്നത്. രണ്ട് കളിക്കാർക്കും കിങ് മാത്രമാണെങ്കിലും ഡ്രോ തന്നെയാണ്. 3 ഫോൾഡ് റിപ്പീറ്റേഷൻ മൂവ് കളിച്ചാലും കളി ഡ്രോയാകും. രണ്ട് കളിക്കാരും 3 മൂവുകൾ ആവർത്തിച്ച് കളിച്ചാൽ അതിനെയാണ് 3 ഫോൾഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വൈറ്റ് ബിഷപ്പ് D4 കളിക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് D5 വരുന്നു. വൈറ്റ് ബിഷപ്പ് F2 തിരിച്ചു വരുന്നു. ബ്ലാക്കും F7 തിരിച്ചു പോകുന്നു. വൈറ്റ് B6 കളിക്കുന്നു. ബ്ലാക്ക് D5 വരുന്നു. വൈറ്റ് F2 തിരിച്ചു വരുന്നതോടുകൂടി 3 ഫോൾഡ് റിപ്പീറ്റേഷൻ കംപ്ലീറ്റ് ആവുകയും കളി ഡ്രോ ആവുകയും ചെയ്യുന്നു. അടുത്തതായി കളി ഡ്രോ ആവുന്നത് 50 മൂവ് റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ട് കളിക്കാരും പോണിനെ നീക്കാതെയും വെട്ടാതെയും 50 നീക്കങ്ങൾ വെച്ച് നടത്തുമ്പോഴാണ് ഡ്രോ ആകുന്നത്. ഇതിനെയാണ് 50 മൂവ് റൂൾ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ സ്റ്റേൽമേറ്റുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. കിങ്ങിന് ചെക്കില്ലാതിരിക്കുകയും എന്നാൽ ലീഗലി മൂവ് ചെയ്യാൻ കളങ്ങളില്ലാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് സ്റ്റേൽമേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പൊസിഷനിൽ വൈറ്റാണ് കളിക്കേണ്ടിയിരിക്കുന്നത് എങ്കിൽ വൈറ്റിന് മൂവ് ചെയ്യാൻ ലീഗലി ഒരു കളങ്ങളും അവൈലബിൾ അല്ല. റെഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കളങ്ങളെല്ലാം റൂക്കിൻ്റെ കളങ്ങളായതിനാലും വൈറ്റ് കിങ്ങിന് ചെക്കായി വരുന്നില്ലാത്തതിനാലും ഈ കളിയെ നമുക്ക് സമനിലയായി പരിഗണിക്കാം.